എസിനെ അനുസ്മരിക്കുന്നത് ഞങ്ങൾ നാട്ടുകാരാണ്. അധികം അകലമില്ല ഞങ്ങളുടെ വീടുകൾക്ക് തമ്മിൽ. അപ്പോൾ അദ്ദേഹം കുട്ടിക്കാലത്ത് പാർട്ടി പ്രവർത്തകനായി വന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു. അദ്ദേഹം അവിടുന്ന് പടിപടിയായി ഉയർന്ന് പാർട്ടി സെക്രട്ടറിയായി. പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ഞാനൊരു ദിവസം EMSോട് സംസാരിച്ചിരിക്കെ അദ്ദേഹം പറഞ്ഞു, ബംഗാളിലെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ പ്രോലറ്റേറിയൻ ലീഡർഷിപ്പാണ്. തൊഴിലാളിയുടെ മധ്യത്തിൽ നിന്ന് തൊഴിലാളിയുടെ നേതാവായ സ്ഥലമാണ് കേരളം എന്നാണ് EMS എന്ന് പറഞ്ഞത്. അദ്ദേഹം ആ ആദ്യകാല പ്രവർത്തനത്തിലെല്ലാം അദ്ദേഹത്തിന് വളരെ സമർപ്പണം ഉണ്ടായിരുന്നു. തീർച്ചയായും തൊഴിലാളി വർഗത്തിന് ഭരണം കിട്ടണം എന്നെല്ലാം ആഗ്രഹിച്ചു പോകുന്നതാണ്. വിഭജനം വന്നപ്പോഴാണ് അദ്ദേഹം ഇടതുപക്ഷത്തോട് CPIMൽ ആയത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് ഞാനിവിടുന്ന് ഇലക്ഷൻ നിൽക്കുന്ന സന്ദർഭത്തിലാണ്. ഇവിടെ ഇലക്ഷൻ നിൽക്കാൻ അദ്ദേഹം എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ അതിന് സമ്മതം ഒരിക്കലും മൂളിയില്ല. പിന്നീട് അവസാനം വന്ന EMS വന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇത്തവണ ഞങ്ങൾ സാംസ്കാരിക നായകന്മാരെ നിർത്തുന്നുണ്ട്, തത്വാധിഷ്ഠിത രാഷ്ട്രീയമാണ്, അതുകൊണ്ട് സമുദായ സംഘടനകൾക്ക് ബന്ധമില്ലാത്ത ആളുകളെ മാത്രമേ നിർത്തുകയുള്ളൂ, വേറെ ഒന്നിലും നിർത്താൻ പറഞ്ഞാൽ നിന്നില്ല, അതുകൊണ്ട് മാസ്റ്റർ നിൽക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ അവിടെ ചെന്നപ്പോഴും അദ്ദേഹം സെക്രട്ടറി അച്യുതാനന്ദനാണ് എപ്പോഴും അവിടുത്തെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിരുന്നത്. പാർട്ടിയുടെ അംഗങ്ങൾ എന്ത് തീരുമാനം എടുക്കണം അതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി പ്രത്യേകമായ ഒരു വിശകലനം നടത്തും. ഇന്നത് വേണം. അതിലൊക്കെ പലപ്പോഴും ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരെയൊക്കെ വിമർശിക്കുന്ന പ്രസംഗങ്ങളാണ്. ആശയപ്രധാനമായ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു. അതാണ് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകത. പിന്നൊന്നുള്ളത്, അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം അദ്ദേഹം സ്വന്തം നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണം എന്നായിരുന്നു. അതിന് പകരം അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് പോയത്. ആ പ്രത്യേകത അതിനോട് ഞാൻ യോജിച്ചിരുന്നില്ല. ആദ്യം സ്വന്തം നിയോജകമണ്ഡലത്തിൽ നമ്മുടെ നിലപാടുകൾക്ക് മത്സരിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളിലും ചിലപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ലാത്ത പദങ്ങൾ വരും. അതിനോട് ഞാൻ വിയോജിച്ചിരുന്നു. അത് അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഇതെല്ലാം പറഞ്ഞാലും അദ്ദേഹം ആ തുടക്കം മുതൽ അവസാനം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. വിഭജനമുണ്ടായപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തിരിഞ്ഞു വന്നു. ഇങ്ങനെയാണ് ഈ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ. ഒരു 4-5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. കണ്ടിട്ടുണ്ട്. സജീവമാകുന്നതിന് മുമ്പ് അറിയില്ല, സജീവമായതിനു ശേഷമാണ് ഞാൻ അറിയുന്നത്. ഞാനും പ്രസംഗിക്കുമായിരുന്നു കുട്ടിക്കാലം മുതൽ. അപ്പോൾ ഞാൻ ഒന്നിച്ച് പ്രസംഗിക്കാൻ പോകും. പിന്നെ വളരെ പറഞ്ഞു വന്നാൽ ബന്ധമുണ്ടെന്ന് പറയാം. അങ്ങനെയൊക്കെ വലിയ അറിവുണ്ട്. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ BSനെ പലപ്പോഴും വേടിക്കയറി കാണും. അദ്ദേഹം ആ ഭാഗത്ത് വന്നാൽ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എന്നെ വന്ന് കാണും. പിന്നെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയിരുന്നു തോന്നുന്നു കുറച്ച് കാലല്ലേ. അപ്പോഴൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. അദ്ദേഹം ഈ രണ്ടാമത്തെ പ്രാവശ്യം മാരാരി കൊളുത്ത് മത്സരിച്ചതും അത് ഞാൻ അദ്ദേഹത്തിനോട് പ്രവർത്തിക്കാൻ പോയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭാഷ സൂക്ഷിക്കണം, ഇവിടെ വിദ്യാഭ്യാസമുള്ള ധാരാളം പേരുള്ളതാണ് എന്ന് പറഞ്ഞു. അവിടെ SN കോളേജിൽ പഠിച്ച എല്ലാവരോടും ഞാനും പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് അവിടെ വെച്ചും അദ്ദേഹത്തിന് ദോഷമായി തീർന്നത്. അദ്ദേഹം പറയുന്നത് പോലെ മറ്റ് അകത്ത് നിന്നാരോ പറഞ്ഞതല്ല. ഞാൻ കോളേജിൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന എൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കും, നിങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ എന്താ തോറ്റെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അതിനോട് ആളുകൾ എത്ര യോജിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം യോജിച്ചു,
ഇപ്പോൾ പദങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ കേട്ട് കണ്ടിയതിനൊക്കെ പറയും. നിങ്ങൾക്ക് കിട്ടിയ നമ്മുടെ എതിര് സ്ഥാനാർത്ഥി ആ വാക്കുകളൊക്കെ വിളിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞു അവസാനമായി കണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ്. അതിനുശേഷം ഭാഷാ പ്രയോഗങ്ങളൊക്കെ വലിയ പ്രശസ്തമായിരുന്നല്ലോ, സംസാര രീതിയും ശൈലിയും ഒക്കെ എല്ലാം. അതൊരു കുട്ടികളെല്ലാം അനുകരിക്കുമായിരുന്നു. മിമിക്രി പലപ്പോഴും അതിന് അദ്ദേഹം സുകുമാരയുടെ കൂടെ ഇവരൊക്കെ വിധേയരായിരുന്നു. ഒരു പ്രത്യേക ശൈലിയും രീതിയൊക്കെ അത് കാര്യമായിരുന്നു.